പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പുതിയ ദിവസം കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആയുസ്സും ആരോഗ്യവും ദൈവത്തിൻ്റെ കൃപയും നമ്മുടെ മേൽ തന്ന് നമ്മെ ഒരുമിച്ച് നിർത്തിയ സർവ കൃപാലുവായ ദൈവത്തിന് സകല മാനവും മഹത്വവും അർപ്പിക്കുന്നു. ആവർത്തന പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം, ആകയാൽ നിന്റെ ദൈവമായ യഹോവ തന്നെ ദൈവം, അവൻ തന്നെ സത്യദൈവം എന്ന് നീ അറിയണം. അവൻ തന്നെ സ്നേഹിച്ച് തൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ നിയമവും ദയയും പാലിക്കുന്നു. അതിനോട് ചേർന്ന് 2 വേദഭാഗം കൂടെ വായിക്കുന്നു. അതേ അധ്യായത്തിനകത്ത് 12-ാമത്തെ വാക്യം, നിങ്ങൾ ഈ വിധികൾ കേട്ട് പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത നിയമവും ദയയും നിനക്കായിട്ട് പാലിക്കും. ഇനി അതിൻ്റെ 11-ാമത്തെ വാക്യം കൂടി, ആകയാൽ ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന കൽപ്പനകളും ചട്ടങ്ങളും വിധികളും നീ പ്രമാണിച്ചു നടക്കണം. ദൈവനാമം മഹത്വപ്പെടട്ടെ. ദൈവജനത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ദൈവത്തിൻ്റെ യഹോവയായ ദൈവത്തിൻ്റെ നിയമങ്ങളെയും കൽപ്പനകളെയും 12 ഗോത്രങ്ങളായി തിരിക്കപ്പെട്ട ജനത്തിനു വേണ്ടി ഇവിടെ വീണ്ടും ആവർത്തിച്ച് രേഖപ്പെടുത്തുമ്പോൾ നാം വായിച്ച ഭാഗങ്ങൾ വളരെ പ്രസക്തമായ വേദഭാഗങ്ങളാണ്. ഈ കാലഘട്ടത്തിൽ നമുക്കും ഈ വചനത്തിൻ്റെ പ്രസക്തി ഉണ്ട് എന്നുള്ളത് നാം മറക്കാതെ ഈ വചനത്തെ ഉൾക്കൊള്ളുവാനുള്ള മനോഭാവവും മനസ്സും നമുക്കുണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇവിടെ പറയുന്നു, നിന്റെ ദൈവമായ യഹോവ തന്നെ ദൈവം. ദാറ്റ്സ് മീൻ, അതിൻ്റെ അർത്ഥം വേറൊരു ദൈവം ഒരു ദൈവപൈതലിനില്ല. ഭൂമിയിൽ തന്നെ വേറൊരു ദൈവമില്ല. യെശയ്യാപ്രവാചകൻ പറയുന്നു, നിന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പണ്ട് മുതലേ പ്രവർത്തിക്കുന്ന വേറെ ഒരു ദൈവമില്ല. പൂർവകാലം മുതലേ, പിതാക്കന്മാരുടെ കാലം മുതലേ കേട്ടുവരുന്നത് എന്താണ്? ഞങ്ങൾ കാത്തിരുന്നാൽ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒന്ന്, നിന്റെ ദൈവമായ യഹോവ തന്നെ ദൈവം. He is only one God. വേറെ ഒരു ദൈവവുമില്ല. അവൻ ഏക ദൈവമാണ്. അവൻ തന്നെ സത്യദൈവമാണ്. അതുകൊണ്ട് അവൻ സത്യദൈവവും അവൻ ഏകദൈവവുമായി തൻ്റെ ജനത്തിനു വേണ്ടി വെളിപ്പെട്ടു വരുമ്പോൾ അവനെ സ്നേഹിച്ച് അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല, അവൻ്റെ കൽപ്പനകൾ നടക്കുന്ന ഒരു മനുഷ്യൻ്റെ പിൻതലമുറ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 തലമുറ വരെ അവൻ നിയമവും ദയയും പാലിക്കുന്ന ദൈവമാണ്. ദൈവത്തോട് അടുത്തു നിൽക്കുവാനും ദൈവവചനത്തെ പ്രമാണിക്കുവാനും നാം തയ്യാറായാൽ ദൈവം നമ്മെ മാത്രമല്ല നമ്മുടെ തലമുറകളെയും ഓർക്കുന്ന ദൈവമാണെന്നുള്ളത് നാം മറന്നു പോകരുത്. ഇന്നത്തെ സാഹചര്യത്തിൽ ദൈവത്തോട് ചോദ്യം ചോദിക്കുവാനും ദൈവത്തോട് അല്ലെങ്കിൽ ദൈവവചനത്തോട് അനിഷ്ടം കാണിക്കുവാനും ദൈവത്തോട്
സ്നേഹം പുലർത്തുവാനും കഴിയാതെ പോകുന്ന ഒരു തലമുറയിൽ ഞാനും നിങ്ങളും വന്നു നിൽക്കുമ്പോൾ ദൈവത്തോട് സ്നേഹം പുലർത്തുന്ന ഒരു മനുഷ്യനെക്കുറിച്ചാണ് വചനം പറയുന്നത്. എന്താണെന്നറിയാമോ? 1000 തലമുറ വരെ അവൻ തൻ്റെ ദയയെ ഓർക്കുന്ന, അല്ലെങ്കിൽ ദയയും നിയമത്തെയും ഓർക്കുന്ന ദൈവമാണ്. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം, തൻ്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. വചനത്തെ പ്രമാണിക്കുവാൻ വേണ്ടി ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുമ്പോൾ നമ്മുടെ മേൽ മുദ്രയിട്ട ഒരു പരിശുദ്ധാത്മാവുണ്ട്. നമ്മെ ശക്തിപ്പെടുത്തുന്നതും നമ്മെ ബലഹീനതയിൽ തുണനിൽക്കുന്നതും അവൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കുവാൻ ധൈര്യവും സാമർഥ്യവും തരുന്നതായ ഒരു ശക്തി നമ്മുടെ മേൽ, പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മുടെ മേൽ മുദ്രയിട്ടിട്ടുണ്ട്. ഈ ആവർത്തന പുസ്തകം അതിൻ്റെ അതേ അധ്യായത്തിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, നിങ്ങൾ സംഖ്യയിൽ സകല ജാതികളെക്കാളും പെരുപ്പമുള്ളവരാകൊണ്ടല്ല യഹോവ നിങ്ങളെ പ്രിയപ്പെട്ട് തിരഞ്ഞെടുത്തത്, നിങ്ങൾ സകല ജാതികളെക്കാളും കുറഞ്ഞവരല്ലോ ആയിരുന്നത്. ദൈവത്തെ സേവിക്കുവാൻ, ദൈവവചനത്തെ സേവിക്കുവാൻ നമ്മളെക്കാട്ടിലും പ്രഗത്ഭരും പ്രാപ്തിയുള്ളവരും ബുദ്ധിമാന്മാരും കഴിവുള്ളവരെയും ഈ ഭൂമിയിൽ ഇല്ലാഞ്ഞിട്ടല്ല. ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് നാം സകല ജാതികളെക്കാളും കുറഞ്ഞവരല്ലോ എന്ന് വെച്ച് നമുക്ക് ഒരു കഴിവുമില്ലാത്തടത്തുനിന്ന് ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ച് അവൻ്റെ വചനത്തെ പ്രമാണിക്കുവാൻ, അവനിൽ മാത്രം പൂർണ്ണ ആശ്രയം വയ്ക്കുവാൻ അവൻ നമ്മെ സ്നേഹിച്ചു, തിരഞ്ഞെടുത്തു. നാം എന്തുകൊണ്ടാണ് ദൈവവചനത്തിനകത്ത് നമുക്ക് നിൽക്കുവാൻ കഴിയാതെ പോകുന്നത്? സാഹചര്യങ്ങളുടെ മുൻപിൽ നാം പലപ്പോഴും ദൈവവചനത്തെ വിട്ടു ഓടിപ്പോകുവാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടമായി പലപ്പോഴും മാറുന്നുണ്ടോ എന്ന് നാം ഈ ദിവസങ്ങളൊന്ന് ശോധന ചെയ്യുന്നത് നന്നായിരിക്കും. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു എന്ന ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ പിന്നെയും നാം ഈ മോഹത്തിനു വേണ്ടിയും ഈ ലോകത്തിൻ്റെ നന്മകൾക്ക് വേണ്ടിയും മാത്രം ഓടി നമ്മുടെ വിശ്വാസ ജീവിതത്തെ നാം ഒരു ചോദ്യചിഹ്നമാക്കി മാറ്റുവാൻ എന്തിന് നാം ശ്രമിക്കണമെന്ന് ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യുവാൻ ഇടയായി തീരട്ടെ. ഈ ദിവസങ്ങൾ നമുക്ക് വെറുതെ വളരെയധികം സമയങ്ങൾ ലഭിക്കുമ്പോൾ, നാം വെറുതെ നമ്മുടെ ഭവനങ്ങളിലൊക്കെ ആയിരിക്കുമ്പോൾ നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഒന്ന് വിലയിരുത്തുവാനും ഒന്ന് ശോധന ചെയ്യുവാനും കഴിയണം. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. അനന്തരം അവൻ യെരുശലേമിനോട് സമീപിച്ച് ഒലിവുമലയ്ക്ക് അരികെ ബെത്ഫഗയിൽ എത്തിയപ്പോൾ യേശു 2 ശിഷ്യന്മാരെ അയച്ചു. നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവീൻ. അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതയും അതിൻ്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും. അവയെ അഴിച്ചുകൊണ്ട് വരുവീൻ. അടുത്ത വാക്ക്, നിങ്ങളോട് ആരാലും വല്ലതും പറഞ്ഞാൽ കർത്താവിന് ഇവയെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവീൻ. തൽക്ഷണം അവൻ അവയെ അയക്കുമെന്ന് പറഞ്ഞു. യേശു തമ്പുരാൻ ശിഷ്യന്മാരോട് പറയുന്ന വാക്കാണിത്. നിങ്ങൾ ചെന്ന് എന്ത് ചെയ്യണം? കെട്ടിയിട്ടിരിക്കുന്ന പെൺകുഴതയെയും അതിൻ്റെ കുട്ടിയെയും നിങ്ങൾ അഴിച്ചുകൊണ്ടുവരണം. നിങ്ങളോട് ആരെയും ഇതിനെ എന്തിനു അഴിച്ചുകൊണ്ട് പോകുന്നെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടി പറയണം? കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട്. അപ്പോൾ ദൈവത്തിന് നമ്മളെ ആവശ്യമുണ്ട്.
ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളെ ഉപയോഗിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നാം ദൈവവചനത്തെ വ്യക്തമായി തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ടാണ് നാം പലപ്പോഴും ഒഴുകിപ്പോകുന്നത്. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു. നമുക്ക് വേണ്ടത് പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം മാത്രം മതി. പിതാക്കന്മാരോട് സത്യം ചെയ്ത നന്മ മാത്രം മതി. എന്നാൽ പിതാക്കന്മാർ ആ നന്മയ്ക്ക് വേണ്ടിയല്ല അവർ ഓടിയത്. പിതാക്കന്മാരോട് ദൈവം പറഞ്ഞ കൽപ്പനകളെ പ്രമാണിക്കുവാൻ അവർ തയ്യാറായതുകൊണ്ട് ദൈവം അവരെ നന്മ കൊണ്ട് നിറയ്ക്കുവാൻ ഇടയായി തീർന്നു. ദൈവം തമ്പുരാൻ തന്നെ നമ്മളോട് പറയും എന്താണെന്നറിയാമോ? ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന കൽപ്പനകളും ചട്ടങ്ങളും വിധികളും നീ പ്രമാണിച്ച് നടക്കണം. നമ്മൾ ജനിച്ചു വളർന്ന് ദൈവപൈതലായി ജനിച്ചു വളർന്നത് കൊണ്ട് കാര്യമായില്ല. നമ്മൾ വചനത്തിനകത്ത് നിൽക്കുന്നവരാണോ എന്ന് ഈ പകലൊന്ന് ശോധന ചെയ്യുന്നത് നന്നായിരിക്കും. നമ്മെ തന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ദൈവത്തിൻ്റെ വിധികളെ കേട്ട് പ്രമാണിക്കുവാനും അതിനെ അനുഷ്ഠിക്കുവാനും അതിനെ ദിനംതോറും ഒരു ദൈനംദിന ജീവിതത്തിൽ ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പാലിക്കുവാൻ അനുസരിക്കുവാൻ നാം തയ്യാറാകുമ്പോൾ ദൈവപ്രവൃത്തി എൻ്റെയും നിൻ്റെയും കൂടാരത്തിൽ വെളിപ്പെടാതെ പോകുകയില്ല എന്ന് നാം വ്യക്തമായിട്ട് ഓർക്കണം. ദൈവത്തിൻ്റെ വചനം ഒന്നുമില്ലായ്മയിൽ നിന്ന് കേട്ടിട്ട് അതുപോലെ പ്രമാണിക്കുവാൻ തയ്യാറായ പിതാക്കന്മാരുടെ പിൻതലമുറയായി നാം അറിയപ്പെടണമെങ്കിൽ എബ്രായ ലേഖനം പറയുന്നു, ഞാൻ അബ്രഹാമിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിതാക്കന്മാരുടെ പേരിൽ അവൻ അറിയപ്പെടുവാൻ അവൻ ലജ്ജിച്ചില്ല. അവരുടെ പേരുകളിൽ അവൻ അറിയപ്പെടുവാൻ അവൻ ലജ്ജിച്ചില്ല. ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് നമ്മിൽ കൂടി അറിയപ്പെടേണ്ടതിന് നമ്മെ ആവശ്യമാണ്. പ്രിയ ദൈവ പൈതലേ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവവചനവുമായി ദൈവമേൽപ്പിച്ച കൽപ്പനകളെ പ്രമാണിച്ച് അതിനകത്ത് നമ്മെ തന്നെ നിർത്തിക്കൊണ്ട് നാം വെറും കഴിവില്ലാത്തവരാന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നമുക്ക് മടങ്ങി വന്ന് ദൈവവചനത്തിനകത്ത് നിൽക്കുവാൻ നമ്മെ തന്നെ ഒരുക്കുവാൻ ഈ ദിവസങ്ങളിടെയാകണം. സകല ജാതികളെക്കാളും പെരുപ്പമുള്ളവരായതുകൊണ്ടല്ല ദൈവം നമ്മെ വിളിച്ചത്. വിദ്യാഭ്യാസവും കഴിവുള്ളത് കൊണ്ടല്ല ദൈവം നമ്മെ വിളിച്ചത്. എന്തൊക്കെയോ കുടുംബശ്രേഷ്ഠതകൾ ഉള്ളത് കൊണ്ടല്ല ദൈവം നമ്മെ വിളിച്ചത്. ദൈവം നമ്മെ വിളിച്ചത് നാം കുറവുള്ളവരാണെന്ന് ദൈവം കണ്ടിട്ട് എന്ത് ചെയ്തു? നമ്മെ സ്നേഹിച്ചു. സക്കായിയെ ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്നോടുകൂടെ നിന്റെ വീട്ടിൽ പാർക്കുമെന്ന് പറയുമ്പോൾ സക്കായിയുടെ ജീവിതത്തിലെ കുറവ് മാത്രമേ ലോകം കണ്ടുള്ളൂ. എന്നാൽ ആ കുറവിനെ പോക്കിയാൽ അവനൊരു ദൈവ പൈതലായി തീരുമെന്ന് എൻ്റെ യേശുവിനെ അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അവനെ വിളിച്ച് ഇറക്കി അവൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുവാൻ ഇടയായി തീർന്നത്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, കുഞ്ഞെ, പ്രിയപ്പെട്ടവരെ, നിന്റെ ഹൃദയത്തിൻ്റെ വാതിലുകളിൽ ഇന്ന് പകൽക്കാലം എൻ്റെ യേശു മുട്ടുന്നുണ്ട്. എൻ്റെ യേശു നിന്നെ ഇന്ന് പകൽക്കാലം തട്ടുന്നുണ്ട്, നിന്നെ മാടി വിളിക്കുന്നുണ്ട്. അവൻ്റെ വചനത്തിന് വേണ്ടി നിൽക്കുവാൻ, അവൻ്റെ പ്രമാണത്തെ അനുഷ്ഠിക്കുവാൻ, അവന് വേണ്ടി ഓടുവാൻ, അവന് വേണ്ടി നിലനിന്ന് അവൻ്റെ രാജ്യത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി നിൽക്കുവാൻ തക്കവണ്ണം ദൈവം നിന്നെ വിളിക്കുന്നു, നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നു. പ്രമാണത്തിനകത്ത് നിൽക്കാം, വചനത്തിന് വേണ്ടി ഓടാം, ദൈവത്തിന് വേണ്ടി നിലനിൽക്കാം. വിശുദ്ധിയോടും വേർപാടോടും കൂടി ഈ ലോകത്തിൽ നമുക്ക് ജീവിച്ച് നമ്മുടെ ഓട്ടത്തെ തികയ്ക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.